ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള കുർത്തി ആയാലും നൈറ്റി ആയാലും അതുപോലെ തന്നെ പാൻറ്റിൻ്റെ കാര്യവും പറയുന്നുണ്ട്. പിന്നെ കുറച്ച് നെക്കിൻ്റെയൊക്കെ പ്രോബ്ലംസ് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള രീതിയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നെക്കിന് ചെറിയൊരു 1/2 ഇഞ്ച് 3/4 ഇഞ്ചൊക്കെ ഇറക്കം കൂടുതലുള്ള അത്ര മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്കിത് ഇവിടെ ഒന്ന് ജസ്റ്റ് ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ ചിരിച്ചൊരു അടി ഒന്ന് കൊടുത്താൽ മതി. ചെറിയ വ്യത്യാസത്തിനാണ് ഈ പറയുന്നത് കേട്ടോ, അഴിക്കാതെ തന്നെ. ബാക്കി എല്ലാം സെറ്റിങ്സൊക്കെ കറക്റ്റാണ്. പക്ഷേ ഈ നെക്കിനൊരു തുള്ളി ഇറക്കം കൂടുതലുണ്ടെങ്കിൽ മാത്രം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു അടി അടിച്ചാൽ വലിയ വൃത്തികേടില്ലാണ്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. നെക്കിന് ഇറക്കം കൂടി കഴിഞ്ഞാൽ ഭയങ്കര ബോറായിട്ട് ചിലർക്ക് ഇത് ശരിയാവില്ല. അങ്ങനെ ഉള്ളവർക്കാണ് അത് ജസ്റ്റ് അങ്ങനെ ഒന്ന് അടിച്ചാൽ മതി. ഇതിപ്പം നെക്ക് ഇങ്ങനെ അഴിക്കണം ഒന്നും ഇല്ല. അതല്ലെങ്കിൽ പിന്നെ അത് ആ ഫ്രണ്ടിൽ നമുക്കൊരു ചെറിയൊരു ഒരു ചെറിയൊരു ഡിസൈൻ പോലെ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഇത് ഭയങ്കര വൈഡായിട്ടുള്ള നെക്കുമാണ്, ഇറക്കവും കൂടുതലാണ്. ഇത് ഓവർ സൈസ്ഡാണ്. ഇത് എനിക്ക് തോന്നുന്നു XXL ആണെന്ന് തോന്നുന്നു. ഇത് XLലേക്ക് കൺവേർട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഈ ഒരു ടോപ്പ് ഇതിൻ്റെ ഷോൾഡറൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പം ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മൊത്തത്തിൽ ഇതിപ്പോൾ 1 സ്റ്റിച്ചേ ഉള്ളൂ ഇതിനകത്ത്, ഡബിൾ സ്റ്റിച്ച് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതൊന്ന് അഴിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഒറ്റ സ്റ്റിച്ചൊന്ന് പൊട്ടിച്ച് വിടേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഏകദേശം അങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളൊരു മെത്തേഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഭയങ്കര ഓവർ സൈസ്ഡാണ്. ഇനി അതല്ലെങ്കിൽ ഫ്രണ്ട് സൈഡിൽ നെക്കിൻ്റെ ചെറിയൊരു ഇറക്കമൊക്കെ ആണെങ്കിൽ ഫ്രണ്ട് സൈഡിൽ എന്തെങ്കിലും ഒരു മോഡൽ പോലെ അവിടെ ഒന്ന് ചെയ്ത് പിടിപ്പിച്ച ലേസ് വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതായിട്ട് ചെയ്ത് കഴിഞ്ഞാലും നെക്കിൻ്റെ ചെറിയ രീതിയിലുള്ള ഇറക്കങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് അൺസ്റ്റിച്ച് ചെയ്യുകയാണ്. അൺസ്റ്റിച്ച് എല്ലായിടത്തും ചെയ്യേണ്ട കാര്യമില്ല, അത്ര വലിയ സൈസ് ആയതുകൊണ്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നെക്കിൻ്റെ കാര്യം തന്നെയാണ്. ഇവിടുത്തെ ഈ ഒരു നെക്ക് മടക്കി അടിച്ചിരിക്കുന്ന ഒരു സംഭവം കണ്ട, ഇതങ്ങോട്ടേക്കൊന്ന് തയ്യലൊന്ന് പൊട്ടിച്ചിട്ട് ഇത് കണ്ട. അപ്പോൾ അകത്തെ നമ്മുടെ ഈ ഒരു തയ്യൽ കാണാനായിട്ട് പറ്റും. അതായത് നമ്മുടെ കുർത്തിയിലൊക്കെ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കുർത്തിയിലൊക്കെ നമുക്ക് തയ്യൽ തുമ്പ് കാണാണ്ട് നമ്മൾ ഷോൾഡർ അടിക്കുന്ന ഒരു മെത്തേഡ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഇതിനകത്ത് ഏകദേശം ഒരു സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഇതിൽ ആ നെക്ക് മടക്കി അടിച്ചിരിക്കുന്നത് ഒന്ന് നമ്മൾ റിമൂവ് ചെയ്യുക. അത് റിമൂവ് ചെയ്തിട്ട് ആ നൂലൊന്ന് പൊട്ടിച്ചാൽ മതി. ഒറ്റ സ്റ്റിച്ചാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഇപ്പം 2 ഇഞ്ച് വരെ 2.5 ഇഞ്ചൊക്കെ, ഇപ്പം എനിക്കിവിടെ ഏകദേശം 1.5 ഇഞ്ചോളം കണ്ടാണ് എനിക്ക് ഇറക്കം കുറയ്ക്കേണ്ടത്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് എക്സസൈസുള്ളത് നമുക്ക് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇറക്കം കൂടുതൽ ഈ ഒരു മെത്തേഡിൽ, ബാക്കിയൊക്കെ സെറ്റ് ആണെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്താലും അധികം പണിയില്ലാണ്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മളതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അധികം വ്യത്യാസം വരില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, 2 ഷോൾഡറിലും ഒരേ അളവ് തന്നെ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഈ ഒരു സൈഡിൽ നമ്മൾ 1 ഇഞ്ച് എടുത്ത് അപ്പുറത്തെ സൈഡിൽ 1.5 ഇഞ്ച് എടുത്തോ അങ്ങനെ എടുക്കരുത്. കറക്റ്റ് നമ്മൾ മെഷർ ചെയ്തിട്ട് തന്നെ നമ്മൾ എടുക്കുക. നമ്മുടെ ചെറിയ മെഷർമെൻറ്റിൻ്റെ ചെറിയ ഇതൊക്കെ തന്നെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പം ചെറിയ വ്യത്യാസം, ഇതിപ്പോൾ 2 ഇഞ്ച് കുറച്ച് കൂടുതലുണ്ടെങ്കിലാണ് ഞാൻ ഈ ഒരു മെത്തേഡ് പറഞ്ഞത് ചെയ്യുക. ഇനി ഒരുപാട് കൂടുതലാണെങ്കിൽ നമുക്കിത് വെട്ടി ഇങ്ങനെ നെക്ക് ഇങ്ങനെ കളഞ്ഞിട്ട് താഴത്തോട്ട് അടിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ വെട്ടാനായിട്ട് തന്നെയാണ് പോകുന്നത്. അതായത് ഇതിൻ്റെ ഷോൾഡർ ഭയങ്കര വലുതാണ്. എനിക്കിപ്പോൾ ഇവിടെ വേണ്ടത് ഒരു 6 ഇഞ്ച് ഷോൾഡറാണ് വേണ്ടത്. പക്ഷേ ഇത് നല്ല 13 ഇഞ്ചോളം വരുന്നുണ്ട്. അതായത് 13 അല്ല, ഒരു സൈഡിൽ 8, 9 എങ്ങാണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്യുന്ന അതിനു മുമ്പേ ഒരു കാര്യം പറയട്ടെ. നമ്മളിവിടെ അടിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും ഷോൾഡർ അടിക്കുമ്പോഴത്തേക്കും ഇത് കണ്ടോ, ബാക്കിൻ്റെ ഈ തയ്യൽ തുമ്പ് കണ്ടോ, ഈ തയ്യൽ തുമ്പിൻ്റെ ഇവിടെ കറക്റ്റ് ചെയ്ത് വെക്കണം. കണ്ട, ആ ഒരു ബാക്കിൽ ആ തയ്യൽ തുമ്പ് മടങ്ങി വെച്ചിരിക്കുന്ന ആ ഒരു മടക്ക് പാട് കണ്ട, അതിൻ്റെ അവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് അത് ഇങ്ങോട്ടേക്ക്, അതായത് നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് ആ ഒരു പീസിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചേക്കണം. കണ്ട,
ദാ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ആ 2 ഇഞ്ചാണെങ്കിൽ 2 ഇഞ്ച്, അല്ല 1 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച് ഇറക്കം കുറയ്ക്കാനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഷോൾഡർ നീറ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഒരു കാര്യം, തുമ്പത്തല്ല അത് ചെയ്യേണ്ടത്. നമുക്ക് 2 ഇഞ്ചാണ് ഇറക്കം കുറയ്ക്കണമെങ്കിൽ ആ 2 ഇഞ്ചിൻ്റെ അവിടെ വേണം ഇത് സെറ്റാക്കി വെക്കാൻ. സാധാരണ അങ്ങനെയൊക്കെ ഇത് പറ്റാറുണ്ട്. തുമ്പത്തൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചെയ്ത് ലെവലാക്കിയിട്ട് വെച്ചിട്ട് തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും അത് കറക്റ്റ് അല്ലാണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തുമ്പത്ത് തന്നെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട്, തുമ്പത്തല്ല, നമ്മുടെ എത്രയാണോ വേണ്ടത് അവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ ഞാനിത് ഷോൾഡർ അല്ല ആം ഹോളിൻ്റെ അവിടെ കറക്റ്റ് ചെയ്തിട്ട് ആ സ്ലീവ് ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ എൻ്റെ ഷോൾഡർ ഇതാ ഞാനൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ അവിടെ വരച്ചു, ആം ഹോൾ വരച്ചു. അപ്പം ഷോൾഡർ കുറഞ്ഞിട്ട് ഇത് കണ്ട ആ ഷോൾഡർ ഞാൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആം ഹോളിൻ്റെ അവിടെ ഇത് ഫ്രണ്ട് നെക്കാണ്. ഫ്രണ്ട് നെക്ക് എനിക്ക് ഇത്രയും വേണ്ട. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 1.5 ഇഞ്ചോളം ഞാൻ കുറയ്ക്കാനായിട്ട് ഇതേപോലെ തന്നെ ഞാനൊന്ന് വരയ്ക്കുകയാണ്. ഞാനത് വെട്ടിക്കളയാൻ തന്നെയാണ്. ഇപ്പോൾ ബാക്ക് നെക്കും അപ്പോൾ അതനുസരിച്ച് കുറയും. ഇവിടെ എനിക്ക് ബാക്ക് നെക്ക് കുറയുന്നത് വലിയ വിഷയമില്ല. ഇനി ബാക്ക് നെക്കിന് ഇറക്കം തന്നെ വേണം, ഫ്രണ്ട് നെക്കിന് മാത്രമേ ഇറക്കം കുറയാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് നെക്കിൻ്റെ ഷോൾഡറിൻ്റെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിൻ്റെ അവിടെ മാത്രമായിട്ട് ഒന്ന് വെട്ടുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അടിവശത്ത് നമ്മൾ മടക്കി അടിക്കുന്നതിൻ്റെ അവിടെ നമ്മുടെ തുമ്പുണ്ടല്ലോ, അടിവശത്ത് ആ തുമ്പിൻ്റെ അവിടെ ഏറ്റക്കുറച്ചിലുണ്ടാവും. അപ്പോൾ ഒന്നെങ്കിൽ അതും കൂടെ ഒന്ന് വെട്ടി സെറ്റാക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് കിടക്കും. ഇപ്പോൾ എനിക്കിവിടെ വിഷയമില്ലാത്തത് കൊണ്ട് ഞാൻ ഒറ്റ ഇതിൽ അങ്ങ് വെട്ടി കളയുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് പിന്നെ ഞാൻ താഴത്തേക്ക് ആം ഹോൾ വരച്ചു. ആം ഹോൾ ബാക്കും ഫ്രണ്ടും ഞാൻ കറക്റ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട്. വണ്ണത്തിന് ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പം ബാക്ക് ആം ഹോൾ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ കോർണറിൽ നിന്ന് 1 ഇഞ്ച് പോയിന്റ് ചെയ്തിട്ട് ഒന്ന് വരച്ചു. അതേപോലെ തന്നെ ഫ്രണ്ട് ആം ഹോൾ 1/2 ഇഞ്ച് നമ്മൾ പോയിന്റ് ചെയ്തിട്ട് 1/4 ഇഞ്ച് ഇങ്ങനെ കീഴ്ച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. സാധാരണ നമ്മുടെ വീഡിയോസിലൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും എങ്ങനെയാണ് വെട്ടുന്നതെന്ന്. ആ ഒരു മെത്തേഡിൽ തന്നെ ഇതിനകത്ത് വരച്ചു. അത്രയ്ക്ക് എന്താ പറയുക, തുണിയുണ്ട് അതിനകത്ത്, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ഞാൻ വെട്ടിയത്. അപ്പം ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഫ്രണ്ടിൻ്റെ ഇറക്കം ഏകദേശം ഒരു ലെവലായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ കുർത്തികളിലൊക്കെ ചെയ്യുന്ന അതേ മെത്തേഡിൽ നമ്മുടെ ഷേപ്പ് അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ സ്ലിറ്റിൻ്റെ ഇറക്കമൊക്കെ നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇത്രയൊക്കെ തന്നെ ഇതിനകത്ത് ചെയ്യാനായിട്ടുള്ളത്. ഇനി നമ്മുടെ ചെസ്റ്റ് വണ്ണം നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ റൗണ്ട് എടുക്കുക. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് അതിൻ്റെ 4 കാണുക. എന്നിട്ട് തയ്യൽ തുമ്പും കൂടെ കണക്കാക്കുക. അങ്ങനെയാട്ടോ നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. പിന്നെ നമ്മുടെ ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്യുക. ഷേപ്പ് ലെങ്തും ഇതേപോലെ തന്നെ ഷേപ്പിൻ്റെ അടുത്ത് നമ്മുടെ ബോഡി മെഷർമെൻറ്റ് റൗണ്ട് നോക്കുക ടേപ്പിൽ. എന്നിട്ട് അതിൻ്റെ 4 എടുക്കുക. 1.5 ഇഞ്ച് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. പിന്നെ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ റൗണ്ട് നോക്കുക. ഒരുപാട് ടൈറ്റ് ചെയ്തിട്ട് ടേപ്പ് ഒരിക്കലും പിടിക്കരുത് കേട്ടോ. എന്നിട്ട് റൗണ്ട് നോക്കുക. റൗണ്ടിൻ്റെ 4 പിന്നെ പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. നമ്മുടെ സ്ലിറ്റിൻ്റെ ഓപ്പണിങ് വരുന്ന നമ്മുടെ ഹിപ്പിൻ്റെ ആ ഒരു ഏരിയയിൽ കൂടുതൽ കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇവിടെ ഇത് നോക്കിക്കോണം. എനിക്ക് ഹിപ്പിൻ്റെ ആ ഒരു സ്ലിറ്റിൻ്റെ ഓപ്പണിങ് വരുന്നത് ഇവിടെയാണ്. പക്ഷേ ഇതിനകത്ത് സ്ലിറ്റ് കുറച്ച് ഇറങ്ങിയിട്ടാണ് കിടക്കുന്നത്. എനിക്ക് അങ്ങനെ ഉപയോഗിക്കാനായിട്ട് എനിക്ക് ഇഷ്ടമില്ല. ഒരുപാട് ഇറങ്ങി കിടക്കുന്ന സ്ലിറ്റ് ആകുമ്പോഴത്തേക്കും എനിക്കത് കൂടിപ്പോകുന്നത് പോലെ തോന്നും. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം കൂടി ഇതിനകത്ത് പരിഹരിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും മാർക്ക് ചെയ്തത് എല്ലാം കൂടെ നമ്മൾ ഒരു വര വരച്ചിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഞാൻ ആ വീഡിയോ പിടിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു നമ്മുടെ പെൻസിൽ ചോക്കിൻ്റെ കളർ ഞാനത് ശ്രദ്ധിച്ചില്ല. തെളിച്ചം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്തത്. സോറി. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ഇവിടെയാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ ഓപ്പണിങ്. പക്ഷേ എനിക്ക് ഇവിടം വരെ മാത്രം മതി. അപ്പോൾ ഒന്നെങ്കിൽ നമ്മളത് തയ്ച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ കുത്തി നിർത്തുക. സാധാരണ നമ്മൾ തയ്ക്കുമ്പോഴത്തേക്കും ചെയ്യുന്ന അതേ മെത്തേഡ് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡ് ഒന്ന് വെട്ടിയെടുക്കുക. ഇനി അതല്ല എങ്കിൽ നമ്മളിത് ഇവിടെ എല്ലാം സിംഗിൾ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ആ ഒറ്റ സ്റ്റിച്ച് നമുക്ക് പൊട്ടിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇനി അതുമല്ല ലൈൻ പോലെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഡയറക്റ്റ് നേരെ താഴത്തോട്ട് അങ്ങോട്ടേക്ക് വെട്ടിയാൽ മതി. അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിടക്കും. ഇപ്പം ഇനി മടിയുള്ള കൂട്ടത്തിലൊക്കെ ആണെങ്കിൽ ഞാൻ ഈ ആദ്യം പറഞ്ഞ മെത്തേഡിൽ ജസ്റ്റ് അങ്ങോട്ടേക്ക് ആ ഷേപ്പിൻ്റെ അവിടം വരെ നമ്മളങ്ങോട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ നോർമലി തയ്ക്കുന്ന പോലെ തയ്ച്ച് ഒന്ന് മടക്കി സാധാരണ സ്ലിറ്റ് അടിക്കുന്ന പോലെ അങ്ങോട്ട് അടിച്ചാൽ മതി. എളുപ്പം മെത്തേഡ് തന്നെയാണ്. പിന്നെ ഇനി നമ്മുടെ സ്ലീവ് ഇതിനകത്ത് വലിയ കുഴപ്പമില്ല.
ആ സ്ലീവ് ഇതുമായിട്ട് ആം ഹോളുമായിട്ട് സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് പിന്നെ എടുത്ത് വെച്ച് ജോയിൻ ചെയ്താൽ മാത്രം മതി. ഇത്രയും ആകുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഞാൻ സ്ലിറ്റിൻ്റെ അവിടെ വരെ വെട്ടിയെടുത്തിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ നോർമലി തയ്ച്ച് കുത്തി നിർത്തി തയ്ക്കുമല്ലോ, അതേപോലെ തയ്ച്ച് കഴിഞ്ഞിട്ട് ഉള്ള ഇത് നമുക്ക് അങ്ങോട്ടേക്ക് ലെവൽ ചെയ്തിട്ട് നമുക്ക് സ്ലിറ്റ് മടക്കി അടിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. സ്ലിറ്റിന് ഇതിനകത്ത് ഒരുപാട് വീതി ഞാനിപ്പോൾ എടുത്തിട്ടില്ല. നമ്മൾ നോർമലി എനിക്ക് അടിവട്ടം കൂടുതൽ ഇഷ്ടമാണ്, പക്ഷേ ഇതിനകത്ത് അടിവട്ടം അധികം കിട്ടാറില്ല. അതിനു വേണ്ടിയുള്ള തുണി ഇല്ല കേട്ടോ. നമുക്ക് കോണായിട്ട് അങ്ങോട്ട് പോയിട്ട് എടുക്കാനായിട്ടും വേണ്ടിയില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മളൊന്ന് മടക്കി അടിച്ചെടുക്കുകയാണ്. അവിടെ ശരിക്കും നമ്മൾ ഒന്ന് കോണിപ്പായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അത്രയും തുണി ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് നമ്മൾ ഒന്ന് ലെവൽ ചെയ്ത് മടക്കി അടിക്കുകയാണ്, സ്ലിറ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയും ആകുമ്പോൾ തന്നെ നമ്മുടെ ടോപ്പിൻ്റെ ഓൾമോസ്റ്റ് പ്രോബ്ലംസ് ഒക്കെ പരിഹരിച്ചിട്ടുണ്ട്. ഇനി ആ എല്ലാം കൂടെ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ തീരുന്ന വിഷയമുള്ളൂ ഈ ടോപ്പിന്. ഇനി ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും, ഒരു എക്സൽ സൈസിലേക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത്ര ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് ഇതേപോലെയൊക്കെ തന്നെ പരിഹരിച്ചെടുക്കാനായിട്ട് പറ്റും. ഒന്ന് മനസ്സ് വെച്ചാൽ മതി. ഇനി ഇത് കണ്ടോ, ഇനിയിപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ നെക്ക് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഇനി സ്ലീവിന് ഒരുപാട് തുണി ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ വൃത്തിയായിട്ട് സ്ലീവ് കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് നമുക്ക് തുണി അധികം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്ലീവ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫ്രണ്ട് സൈഡ് ഒന്ന് കിഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഷേപ്പിന് കണ്ടോ, നല്ല ഷേപ്പായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണി തീർന്നു. ഇനി ഈ പാൻറ്റ് ഇതിൻ്റെ ഭയങ്കര ലൂസാണ്, ഇറക്കവും ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെ പാൻറ്റിൻ്റെ തുമ്പത്ത് വള്ളിയാണ്, അരയുടെ അവിടെ വള്ളിയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് വള്ളി ഇഷ്ടമല്ല. ഇനി അത് എലാസ്റ്റിക് ആക്കണം. എലാസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളതിന് ഒന്ന് മടക്കി അടിക്കണമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വള്ളിക്ക് അവർ കൊടുത്തിരിക്കുന്നത് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അത് നേരെ അങ്ങോട്ടേക്ക് നമ്മുടെ 1 ഇഞ്ച് 1.5 ഇഞ്ച് എത്രേൻ്റെയാണോ എലാസ്റ്റിക് എടുക്കുന്നത് അതനുസരിച്ച് അങ്ങോട്ടേക്ക് ഒന്ന് മടക്കി അടിച്ചെടുക്കുക. അവിടെ നിന്ന് നമുക്ക് നേരെ താഴത്തേക്ക് നമുക്ക് ഇറക്കം എടുക്കുമ്പോഴത്തേക്കും 2 ഇഞ്ച് ഇറക്കം കൂട്ടിയെടുക്കുക. നമുക്ക് അടിവശം മടക്കി അടിക്കണമല്ലോ, അത് കണക്കാക്കിയിട്ട് നമ്മൾ ഒന്ന് ഇറക്കം എടുക്കുക. ബാക്കിയുള്ളത് നമുക്ക് വെട്ടിക്കളയാം. പിന്നെ അടിവശത്തെ വണ്ണം അതും ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് നമ്മുടെ ക്രോച്ചിൻ്റെ അങ്ങോട്ടേക്ക് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തൊന്ന് വരച്ചെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. പാൻറ്റൊക്കെ ലൂസ് ആണെങ്കിൽ ഇതേപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇനി ക്രോച്ചിൻ്റെ അവിടെ നമുക്ക് ടൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മീൻസ് ലൂസായിട്ട് കിടക്കണേ, ടൈറ്റായിട്ട് ഒരുപാട് ക്രോച്ച് ടൈറ്റ് ആണെങ്കിൽ നമുക്ക് തുണി എക്സസ് വെച്ചിട്ട് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. ഇനി ഇതിനകത്ത് ഭയങ്കര ലൂസാണ്, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ക്രോച്ച് ഒന്ന് കയറ്റിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഏകദേശം അങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. അതായത് ക്രോച്ച് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഓവർ സൈസ്ഡ് അല്ലേ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഷേപ്പിനെ ഏകദേശം ഒന്ന് ലെവൽ ചെയ്ത് ഒന്നും കൂടെ വെട്ടിയെടുക്കാനായിട്ടുണ്ട്. അപ്പം ഞാൻ അത്രയും ഇതിപ്പം നമ്മുടെ ബെൽറ്റ് പിടിപ്പിക്കുന്നുണ്ട്, എലാസ്റ്റിക് ബെൽറ്റ് പിടിപ്പിക്കുന്നത് കൊണ്ട് ക്രോച്ചൊക്കെ ഇപ്പം ലെവലായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. പാൻറ്റിൻ്റെയും നല്ല രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.